flawless victory. Choose your destiny. പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഹാർദമായി നിറഞ്ഞ ചാരിതാർത്ഥ്യത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു ലൈഫ് സ്റ്റൈൽ. ഇത് 100ാമത്തെ എപ്പിസോഡാണ്. ഇത്രയും ഞായറാഴ്ചകളിലൂടെ പതിവ് തെറ്റിക്കാതെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് നമ്മുടെ വ്യവസായ സാംസ്കാരിക രംഗങ്ങളിലെ നിരവധി പ്രമുഖരാണ് അവരുടെ ലൈഫ് സ്റ്റൈലുമായി പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിയത്. ഓരോ കാലത്തിന്റെയും മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അവർ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ തീർച്ചയായും അത് ആസ്വദിക്കാനായി കഴിയുന്നു എന്നറിയുന്നതിൽ അതിയായ ചാരിതാർത്ഥ്യമുണ്ട്. ലൈഫ് സ്റ്റൈൽ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ജീവിതത്തിന്റെ ഓരോരോ മാറ്റങ്ങളും ഏത് രീതിയിലാണ് എന്ന് തിരിച്ചറിയിപ്പിക്കുന്ന പരിപാടി. ലൈഫ് സ്റ്റൈലിന്റെ ഈ 100ാമത്തെ എപ്പിസോഡിൽ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായി വർണ്ണ കാഴ്ചകളാണ് ഒരുക്കുന്നത്. നമുക്കറിയാം, ജാതിമത ഭേദമന്യേ തന്നെ ഏത് മംഗള മുഹൂർത്തത്തിലും ഇന്ന് നമ്മളെ ത്രസിപ്പിക്കുന്ന സ്വാധീനിപ്പിക്കുന്ന ഘടകം മറ്റൊന്നല്ല, സൗന്ദര്യമാണ്. അത് വാക്കിലാണെങ്കിലും ശരി, കാഴ്ചയിലാണെങ്കിലും ശരി, വേഷവിധാനത്തിലാണെങ്കിലും നമ്മളെ അതുമാത്രം സ്വാധീനിക്കുന്നു. ഡോക്ടർ ജാജിമോൾ ബ്യൂട്ടീഷ്യൻ രംഗത്തെ പ്രമുഖയായ വ്യക്തിത്വമാണ്. ഈ രംഗത്ത് എല്ലാ മതവിഭാഗങ്ങളിലും വന്നിരിക്കുന്ന മാറ്റങ്ങൾ ഏത് രീതിയിലാണ് ഒരു വിവാഹ മംഗള മുഹൂർത്തത്തിൽ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ കാലോചിതമായ മാറ്റങ്ങൾ സൗന്ദര്യവൽക്കരണത്തിലൂടെ എത്തുമ്പോൾ അത് എങ്ങനെയൊക്കെയാണ്? ഈ നല്ല കാഴ്ചയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ 100ാമത്തെ എപ്പിസോഡിൽ കൂട്ടിക്കൊണ്ടുപോകുന്നു. 100 എപ്പിസോഡുകൾ വളരെ വിജയകരമായി പൂർത്തിയാക്കുന്ന ലൈഫ് സ്റ്റൈലിന്റെ ഈ എപ്പിസോഡിൽ ബ്രൈഡൽ മേക്കപ്പിന്റെ വ്യത്യസ്ത തലങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. 60കളിലെ സുന്ദരി സൈറ ബാനുവിനെ പോലെ, അല്ലെങ്കിൽ 70കളിലെ സീനത്തമൻ, 80കളിലെ രേഖയും ശ്രീദേവിയും തുടങ്ങി കല്യാണ ദിവസം താൻ ആരെപ്പോലെ ആയിരിക്കണം എന്ന് മാത്രം പെൺകുട്ടി തീരുമാനിച്ചാൽ മതി. അതേ കാലഘട്ടത്തിലെ വധുവിനെ പോലെ ഒരുക്കുന്നതാണ് മേക്കപ്പിലെ പുതിയ ട്രെൻഡ്. ബ്രൈഡ്സിനെ പോലെ തന്നെ ഗ്രൂംസും മേക്കപ്പിലെ ഈ പുതിയ ട്രെൻഡ് തിരിച്ചറിയുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. സ്കിൻ, സ്പാ ആൻഡ് ട്രൈക്കോളജി ട്രീറ്റ്മെന്റ് എക്സ്പെർട്ടായ ഡോക്ടർ ജാജിമോൾ ഡയറക്ടറായുള്ള കൊല്ലത്ത് സ്ഥിതി ചെയ്യുന്ന ജാജീസ് ഇന്നൊവേഷനാണ് സയൻസ് ബിഹൈൻഡ് ബ്യൂട്ടി എന്ന കാഴ്ചപ്പാടിൽ ബ്രൈഡൽ മേക്കപ്പിലെ ഈ വ്യത്യസ്തതകൾ ലൈഫ് സ്റ്റൈലിന്റെ ഈ 100ാം എപ്പിസോഡിൽ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായി ഒരുക്കിയിരിക്കുന്നത്. നമസ്കാരം മാം, വെൽക്കം ടു ലൈഫ് സ്റ്റൈൽ. ഇത് ലൈഫ് സ്റ്റൈലിന്റെ 100th എപ്പിസോഡാണ്. അപ്പൊ ഈ സ്പെഷ്യൽ എപ്പിസോഡിൽ ഞങ്ങൾക്ക് കുറച്ച് ബ്രൈഡൽ മേക്കപ്പിന്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ട്. അതായത് ഇപ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബ്രൈഡൽ മേക്കപ്പ് ഉണ്ട്, ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് ഞങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. ബ്രൈഡൽ മേക്കപ്സ് എന്ന് പറയുമ്പോൾ പണ്ട് തൊട്ടേ ബ്രൈഡൽ മേക്കപ്സ് ഉണ്ട്. അത് തികച്ചും കൺവെൻഷണൽ സ്റ്റൈലാണ്. അപ്പൊ പഴയ കാലത്തൊക്കെ ആരാ ഒരുക്കിക്കൊണ്ടിരുന്നതെന്ന് വെച്ചാൽ അവരവരുടെ ബന്ധുക്കൾ തന്നെ ഒരു പൂവൊക്കെ വെച്ച് അല്ലെങ്കിൽ ഒരു തിരിപ്പനൊക്കെ ഇട്ട് പിന്നിയോ എങ്ങനെയെങ്കിലും ഒരുക്കി വിടുകയായിരുന്നു. കാലം മാറി വന്നപ്പോഴത്തേക്ക് അതിനെന്താ ഒരു ബ്യൂട്ടീഷ്യന്മാരെ അറേഞ്ച് ചെയ്ത് തുടങ്ങി. അപ്പൊ ആദ്യ കാലത്തൊക്കെ എന്ന് വെച്ചാൽ വെറുതെ ആ ഒരു സ്റ്റൈലിൽ ഇത്രയും മേക്കപ്പ് ഒന്നും കൊടുക്കാതെ ബ്യൂട്ടീഷ്യന്മാർ തന്നെ വളരെ സാധാരണ രീതിയിൽ ചെയ്തു തുടങ്ങി. പക്ഷെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് ഫാഷൻ, അതായത് ട്രെൻഡ് മാറിപ്പോയി. പഴയ കാലത്തെയും പുതിയ കാലത്തെയും കൂടെ ഒരു കലകൾ രൂപീകരിച്ചെടുത്തിട്ടാണ് നമ്മളിപ്പോൾ മേക്കപ്പ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു ഹിന്ദു ബ്രൈഡ് തന്നെ എടുത്താലും നമുക്ക് കാണാൻ പറ്റുന്നത് എന്നുവെച്ചാൽ ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ മേളിൽ ബൺ കെട്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ പുട്ടപ്പ് ചെയ്തിട്ടായിരിക്കും, താഴെ നമുക്ക് ഫ്രണ്ടിലോട്ടിട്ട് ഒരു സ്റ്റൈൽ വരും. ചിലവർക്ക് വെറും ബാക്കിൽ പ്ലാറ്റ് ചെയ്തിട്ട് ചെയ്താൽ മതി. പിന്നെ അല്ലാത്തവർക്കാണെങ്കിൽ ചില അറ്റാച്ച്മെന്റ്സ് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഹെയർ സെറ്റ് ചെയ്തിട്ട് പൂ വെച്ച് ചെയ്യും. ഇപ്പൊ രീതികളെല്ലാം ശരിക്കും എന്താ ബേസ് എല്ലാം ഒന്ന് തന്നെയാണ്. സാരി ഉടുത്തിട്ട് ഓർണമെന്റ്സ് ഒക്കെ ഇടുന്നതല്ല, ഹെയർ സ്റ്റൈലിന് മാറ്റം വരുത്തും, പൂ വയ്ക്കുന്നതിൽ മാറ്റം വരുത്തും. അങ്ങനെ ഹിന്ദു ബ്രൈഡ്സിന് നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ട്.
എന്നാൽ റിസപ്ഷൻ, ഈ ഹിന്ദു ബ്രൈഡിന് തന്നെ റിസപ്ഷന് നമുക്ക് പല തരം മേക്കപ്സ് ചെയ്യാറുണ്ട്. എങ്കിലും ഇന്നും മാറാത്ത ഒന്നെന്ന് വെച്ചാൽ കൺവെൻഷണൽ സ്റ്റൈലിൽ മാറാതെ ഇരിക്കുന്നുണ്ട്. ചില കമ്മ്യൂണിറ്റിക്കാണെങ്കിൽ അതായത് 3 തരം കാണും. ഒരു വട്ടം ഒരു സാരി ഉടുത്തുള്ളത് കാണും, പിന്നെ മുണ്ടും നേരിയത് ഉടുത്തുള്ളത് കാണും, അത് കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്തെ ഒരു സാരി ഉടുപ്പ് കാണും. ഇങ്ങനെ പല കാറ്റഗറിയിൽപ്പെട്ട് ഹിന്ദു എന്ന് പറയുമ്പോൾ നമുക്കൊരു ഇതല്ല, പല കാസ്റ്റുകളുണ്ട്. അവരുടേതായ പല സ്റ്റൈലിലുള്ള സാരി ഡ്രേപ്പിങ്ങും വരും. പിന്നെ മുടികെട്ടൊക്കെ ഏകദേശം ഒരുപോലെ ആയിരിക്കും. ഇപ്പം മറ്റൊരു വ്യത്യാസം കേരളത്തിലെന്ന് പറഞ്ഞാൽ നമ്മൾ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലും കൂടി അഡോപ്റ്റ് ചെയ്ത് വന്നതാണ് വ്യത്യാസം വന്നിട്ടുള്ളത്. അത് ഹെയർ സ്റ്റൈലിലാണ് കൂടുതൽ അഡോപ്റ്റ് ചെയ്തിട്ടില്ല. പിന്നെ കണ്ണെഴുത്തൊക്കെ കുറച്ചുകൂടെ സ്റ്റൈലാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു പേഴ്സണാലിറ്റി എത്രമാത്രം അതിനൊരു ക്യൂട്ടാക്കി എടുക്കാം. അതുപോലെ തന്നെയാണ് ഞാനിത് പറയുമ്പം രണ്ടും കൂടെ ക്ലബ് ചെയ്ത് പറഞ്ഞു പോകാം. ഗ്രൂമും അതുപോലെ ഒരുങ്ങുന്നുണ്ട്. ഗ്രൂം മേക്കപ്പ് പലരും കല്യാണത്തിനിടുന്നത് ഷേർവാണി ആയിരിക്കും ആൺകുട്ടികൾ ഇടുന്നത്. അതേപോലത്തെ വ്യത്യാസങ്ങൾ ഇപ്പം അനുകരിച്ചു തുടങ്ങിയിട്ടുണ്ട് നമ്മൾ. നമ്മളിത് ഹിന്ദു ബ്രൈഡൽ മേക്കപ്പിന് നേരത്തെ കാണിച്ചു. ഹെയർ സ്റ്റൈൽ ഒന്നും മാറ്റിയിട്ടില്ല, ജസ്റ്റ് സാരി മാറ്റിയിട്ട് ഓർണമെന്റ്സ് ഒന്ന് ചേഞ്ച് ചെയ്ത്, കമ്മൽ അത് തന്നെ, പക്ഷെ ഇതിന് മാച്ച് ചെയ്യുന്ന കമ്മലാക്കി ഇതെല്ലാം ഓരോന്ന് സെറ്റ് ചെയ്ത് പ്രത്യേക തരം, അതായത് ചെട്ടിനാട് കളക്ഷൻസ് ഇതെല്ലാം അത്തരത്തിലുള്ള ഓർണമെന്റ്സ് സെറ്റ് ചെയ്ത് മാറ്റിയതാണ്. അല്ല വേറെ ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും മാറ്റില്ല. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഗ്രൂമിന്റെ കളറിനനുസരിച്ചുള്ള സാരി ലാസ്റ്റ് പോകാൻ നേരത്തിട്ടിരിക്കുന്നത്. ഇത് ഇപ്പൊ അങ്ങനെയാണ് ആദ്യം ഇടുന്ന ഓർണമെന്റ്സ് എല്ലാം പിന്നെ പോകുമ്പോൾ ഇടുന്നത്. അങ്ങനെ പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇപ്പൊ പണ്ടത്തെ ആൾക്കാരെ കണക്കല്ല 2 പ്രാവശ്യം ഓർണമെന്റ്സ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ലാസ്റ്റ് പോകാൻ നേരത്ത് ഓർണമെന്റ്സും ചേഞ്ച് ചെയ്ത് സാരിയും സെറ്റ് ചെയ്ത് മാറ്റിയിട്ടാണ് അവർ പോകുന്നത്. അതാ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. നേരത്തെ ഞങ്ങൾ ബ്രൈഡൽ മേക്കപ്സിനെ കുറിച്ചൊക്കെ കുറച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആൾക്കാർക്ക് ഞങ്ങളെ കാണിക്കുന്നുണ്ട് ബ്രൈഡൽ മേക്കപ്സിനെ കുറിച്ച് എന്താണെന്ന്. ഇതെല്ലാം ചെയ്യുമ്പോഴും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. ഒരു മേക്കപ്പ് ചെയ്യാൻ വരുന്നതിന് മുമ്പ് തന്നെ ഇവരുടെ സ്കിന്നൊക്കെ തന്നെ ക്ലിയർ ആയിട്ട് റെഡിയാക്കി എടുത്തിട്ട് പോളിഷ് ചെയ്ത് മേക്കപ്പ് ചെയ്യുമ്പോൾ മാത്രം അവർക്ക് ഭംഗി വരുന്നത്. മുസ്ലിം ബ്രൈഡ് എന്ന് പറയുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച് പണ്ട് പുറത്തൊന്നും നമ്മൾ അവരെ കൊണ്ടുവരാറില്ല, അകത്ത് വെച്ച് തന്നെ മാലയിടിയിലൊക്കെ ഇടുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, അവർ പുറത്ത് വെച്ച് മാലയിടും. പക്ഷെ ഏറ്റവും കൂടുതൽ സ്റ്റൈലായിട്ട് ഒരുങ്ങുന്ന മുസ്ലിം ബ്രൈഡ്. നന്നായിട്ട് നമ്മൾ ഒരുക്കി കഴിഞ്ഞിട്ട് ഇവരങ്ങ് തട്ട വിട്ട് ആ ഒരു ഹെയർ സ്റ്റൈൽ എല്ലാം അങ്ങ് മാറ്റിക്കളയും. അവരാണെങ്കിൽ പലതരത്തിലുള്ള ഇപ്പൊ ഹെയർ സ്റ്റൈൽ അവർ മോഡേണൈസ് ലാച്ച ഉപയോഗിക്കുന്നവരുണ്ട്. സാരി മാത്രമല്ല, പണ്ട് മുസ്ലിംസ് ഒക്കെ സാരി മാത്രം ഉപയോഗിക്കുന്നത്. ഇപ്പൊ ലാച്ച പലതരം ഡ്രസ്സസ് അവരിടാനുള്ള ഒരു രീതികൾ കാണിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഒരു മുസ്ലിം ബ്രൈഡാണ്. നേരത്തെ ഞാൻ പറഞ്ഞു ശരിക്കും കൺവെൻഷണൽ സ്റ്റൈലിൽ ഹിന്ദു ബ്രൈഡിന്റെ തലയിൽ ഒരു നെറ്റ് വെക്കുമ്പോഴത്തേക്കും നമ്മൾ ഒരു മുസ്ലിം ബ്രൈഡായി മാറിയത്. പക്ഷെ എല്ലാ മുസ്ലിം ബ്രൈഡിന് എന്ത് ഹെയർ സ്റ്റൈൽ ചെയ്താലും ഒരു നെറ്റ് വെച്ചാൽ പിന്നെ ബാക്ക് കാണാൻ പറ്റത്തില്ല. ഇതിപ്പോ നമ്മൾ കുറച്ച് മുടിയേ ഉള്ളായിരുന്നു, ആ മുടി അഴിച്ചിട്ട് നമ്മൾ കേൾ ചെയ്തിട്ടിരിക്കുകയാണ്. ഫ്രണ്ടിലോട്ട് ഒരു സൈഡിലോട്ട് ഇട്ടിരിക്കുകയാണ്. ഈ സൈഡിലോട്ടിട്ട് ഇത് ചെയ്ത് ഐലാഷസ് ഒക്കെ ചെറുതായിട്ട് നമ്മൾ പീലികളൊക്കെ സെറ്റ് ചെയ്ത് കയറ്റിയിട്ടുണ്ട് കണ്ണിന്. നന്നായിട്ട് ചെറിയ ഐലാഷസ് ആണ്, അതൊന്ന് ഗ്രൂം ചെയ്ത് കാണിക്കാനായിട്ട് ബൂസ്റ്റ് ചെയ്തെടുത്തതാണ്. പിന്നെ ഇത് നമ്മൾ അതുപോലെ തന്നെ ഓർണമെന്റ്സ്, മുസ്ലിം ഓർണമെന്റ്സിന് നമ്മൾ കൂടുതലും ചെട്ടിനാടൊന്നും വരാറില്ല കളക്ഷൻസ് ഒക്കെ. അത് വേറൊരു സ്റ്റൈലിലുള്ള ഓർണമെന്റ്സ് ആണ് അവർക്ക് കൊടുക്കുന്നത്. അതിന് ഓരോ മാച്ചിങ് സ്റ്റൈല്, ഇത് കൂടുതലും അവർ പ്രിഫർ ചെയ്യുന്ന കൈക്ക് ഇതുപോലുള്ള ഇതൊക്കെയാണ്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന്റെ എടുത്ത് പറയത്തൊക്കെയെന്ന് പറഞ്ഞാൽ ഏത് തരം ഇവർക്ക് കൂടുതൽ പ്രിഫർ ചെയ്ത് ജിമുക്ക തൊട്ട് ഒരുപാട് ആക്സസറീസ് ഉണ്ട് നമുക്ക്. പക്ഷെ ഏത് തരത്തിലുള്ളത് വേണേലും ഇടാം.
ഇത് നമുക്ക് ഡാർക്ക് ടോണുള്ള ആൾക്കാർക്ക് ഈ ഡാർക്ക് ടോണുള്ളവരെ ഒരുക്കാനാണ് പാട്. ശരിക്കും അവരുടെ സ്കിന്നിന് നമുക്ക് ചില കളർ മിക്സ് ചെയ്തിട്ട് കറക്റ്റ് ചെയ്ത് നല്ല ബ്യൂട്ടിഫുൾ ആക്കി എടുക്കാം. അതിന് ചില നമ്പർ 10 പിങ്ക് പൗഡറൊക്കെ ഇട്ടാ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് നന്നായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഇതെല്ലാം ഓർണമെന്റ് സെറ്റിംഗ്സിലും ആ എല്ലാ ഇതും ഔട്ട്ലുക്കാണ് നമ്മുടെ ഒരു ബ്രൈഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ലൈഫ് സ്റ്റൈൽ ബ്രേക്ക്.